കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 1 എന്ന് പറയുന്ന പേപ്പറിൽ 2024 പാർട്ട് എയിലും പാർട്ട് ബിയിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാർട്ട് എയിൽ 7th 1 ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, മിസ്റ്റർ എ മാനുഫാക്ചേഴ്സ് ലാറ്റക്സ് ഫ്രം ദി റബ്ബർ പ്ലാന്റ്സ് ഗ്രോൺ ബൈ ഹിം ഇൻ ഇന്ത്യ. These are then sold in the market for rupees 50 lakh. The cost of growing rubber plants rupees 20 lakhs and that of manufacturing latex is rupees 10 lakhs. Compute total income എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത് എന്താണ്, അഗ്രികൾച്ചറൽ ഇൻകത്തിൽ പാർട്ലി ടാക്സബിളും അതേപോലെ പാർട്ലി ബിസിനസ് ഇൻകവും വരുന്ന പാർട്ട്, അതായത് റബ്ബറിൻ്റെയും അതേപോലെ ടീ മാനുഫാക്ചറിങ്, കോഫി മാനുഫാക്ചറിങ്, ഷുഗർ മാനുഫാക്ചറിങ്, ഇതിൻ്റെയൊക്കെ കേസിലുള്ള കണ്ടീഷൻസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇവിടെ വരുന്നത് റബ്ബറാണ്, ലാറ്റക്സ് ആണ്. റബ്ബറിൻ്റെ കേസിൽ 65% അഗ്രികൾച്ചറൽ ഇൻകവും 35% ബിസിനസ് ഇൻകവുമാണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 50 ലാഖിനാണ് സെയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതായത് ടോട്ടൽ സെയിൽസ് വരുന്നത് എത്രയാണ്, 50 ലാഖിനാണ് വരുന്നത്. ഓക്കെ, 50 ലാഖ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ 50 ലാഖിൽ നിന്നും കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഗ്രോയിങ് റബ്ബർ കോസ്റ്റ് വരുന്നത് 20 ലാഖും മാനുഫാക്ചറിങ് കോസ്റ്റ് 10 ലാഖും, ഇത് രണ്ടിനെയും നമ്മൾ മൈനസ് ചെയ്യുന്നു. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. അതായത് ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് എത്ര കിട്ടും, 20 ലാഖ് എന്ന് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. ഈ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 65% ആണ് അഗ്രികൾച്ചറൽ ഇൻകം, അതേപോലെ 35% ആണ് ബിസിനസ് ഇൻകം. അതായത് 20 ലാഖിൻ്റെ 65% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 13 ലാഖ് എന്ന് കിട്ടും. അതാണ് അഗ്രികൾച്ചറൽ ഇൻകം. ഇനി ബിസിനസ് ഇൻകം ഇതിൻ്റെ 35% നമ്മൾ കാണുന്നു. ഓക്കെ, അഗ്രികൾച്ചറൽ ഇൻകം 65% ആണ് വരുന്നത്. ദെൻ ബിസിനസ് ഇൻകം 35%, 7 ലാഖ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ അഗ്രികൾച്ചറൽ പാർട്ടിൽ വരുന്ന പാർട്ലി അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്ന പാർട്ട് ജസ്റ്റ് മനസ്സിലാക്കുക. അതിൽ വരുന്ന റബ്ബറിൻ്റെയും കോഫി മാനുഫാക്ചറിങ്ങിൻ്റെയും ടീ മാനുഫാക്ചറിങ്ങിൻ്റെയും ഷുഗർ മാനുഫാക്ചറിങ്ങിൻ്റെയും പ്രോബ്ലംസ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് പാർട്ട് ബിയിൽ 9th ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, മിസ്റ്റർ ഗോയൽ ഹാസ് 1 factory building along with machines and furniture in Mumbai which has been let out at rupees 50,000 per month. Repair charges of building 7,000 and that of furniture and fixtures 4,000. Insurance premium 3,000. Depreciation 27,000. കമ്പ്യൂട്ട് ഈസ് ഇൻകം അണ്ടർ ദി ഹെഡ് അതർ സോഴ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇൻകം അണ്ടർ അതർ സോഴ്സ് ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ടത് ഫാക്ടറി ബിൽഡിങ് അലോങ് വിത്ത് മെഷീൻസ് ആണ്, അതായത് കോമ്പോസിറ്റ് ലെറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ റെൻറ്റ് കിട്ടുന്നത് എത്രയാണ്, 50,000 ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ടോട്ടൽ വരുമാനത്തിൽ നിന്നും ടോട്ടൽ എക്സ്പെൻസിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ അതർ സോഴ്സ് കിട്ടും, ഇൻകം ഫ്രം അതർ സോഴ്സ്. അതായത് ടോട്ടൽ റെൻ്റലിംഗ് എന്ന് പറയുന്നത് 50,000 പെർ മന്ത് ആയിരുന്നു, ഇൻറ്റു 12 കാണുന്നു. അപ്പോൾ നമുക്ക് 6 ലാഖ് എന്ന് കിട്ടും. ഇതിൽ നമ്മൾ റിപ്പയർ ചാർജസ് 7,000, അതേപോലെ ഇൻഷുറൻസ് പ്രീമിയം 3,000, ഡിപ്രിസിയേഷൻ 27,000, റിപ്പയർ ചാർജസ് ഓഫ് ഫർണിച്ചർ 4,000, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇവിടെ 7,000, 3,000, 27,000, അതേപോലെ 4,000, ഇത് മൊത്തം നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5,59,000 എന്ന് കിട്ടും. ഈ കിട്ടുന്നതാണ് എന്ത്, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 10th ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, മിസ്റ്റർ ഡിസ്റ്റിദ ഹാസ് 1,009% ഡിബെഞ്ചേഴ്സ് ഓഫ് DD ലിമിറ്റഡ് acquired on 15th April 2009 for rupees 85 each. As on 1st February 2003 she sold such asset for rupees 1,25,500. Brokerage at 2% of sales value was paid by her. കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്.
ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എന്താണ്, ആദ്യം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ചെയ്യുന്നു. 1,25,500 ആണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ദെൻ ബ്രോക്കറേജ് കോസ്റ്റ് വരുന്ന 2% ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് എന്താണ് ട്രാൻസ്ഫർ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ബ്രോക്കറേജ് 1,25,500 2%, അതായത് 2,510 എന്ന് കിട്ടും. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,22,990 എന്ന് കിട്ടും. ഇതിൽ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യണം. ഇതിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ്, 1000 ആണ് വരുന്നത്. അതിൻ്റെ ഈച്ച് പെർ ഡിബഞ്ചർ വരുന്നത് 85 ആണ്. അപ്പോൾ ഇൻറ്റു 85 കണ്ടു കഴിഞ്ഞാൽ 85,000 എന്ന് കിട്ടും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും 37,990. ഇനി ഇവിടെ ഡൗട്ട് വരാനുള്ളത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലേ, അതുകൊണ്ട് ഇൻഡെക്സേഷൻ നടത്തണ്ടേ എന്നുള്ളൊരു ഡൗട്ടാണ് വരാൻ സാധ്യതയുള്ളത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദി കേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ, ഡിബഞ്ചേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഇൻഡെക്സേഷൻ നടത്തേണ്ടതില്ല. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇനി ഇവിടെ ഇത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ എന്താണ് 15/4/2009 ഇവിടെ പർച്ചേസ് ചെയ്യുന്നത്, വിൽക്കുന്നത് 2023 അപ്പോൾ എന്തായിരിക്കും ലോങ് ടേം ആയിരിക്കും എന്നുള്ളതാണ്. നോർമലി ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നെയാണ്, പക്ഷേങ്കിൽ ഇൻഡെക്സേഷൻ നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി 11ാമത്തെ ചോദ്യം. മിസ്റ്റർ എക്സ് ഈസ് ദി ഓണർ ഓഫ് 3 houses which are all let out and not governed by Rent Control Act. From the following particulars find out the gross annual value in each case എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. പ്രിൻസിപ്പൽ വാല്യൂ ഹൗസ് 1 30,000, ഹൗസ് 2 26,000, ഹൗസ് 3 35,000. ആക്ച്വൽ റെൻറ്റ് 40,000, 30,000, 32,000. ഫെയർ റെൻറ്റ് 36,000, 28,000, 30,000. സ്റ്റാൻഡേർഡ് റെൻറ്റ് 30,000, 35,000, 36,000. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത് എന്താണ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മുനിസിപ്പൽ വാല്യൂവും ഫെയർ റെൻ്റൽ വാല്യൂവും തന്നിട്ടുണ്ട്. 30,000, 26,000, 35,000. ഫെയർ റെൻറ്റ് 36,000, 28,000, 30,000. ഓക്കെ, സ്റ്റാൻഡേർഡ് റെൻറ്റ് വന്നിട്ടുണ്ട് 30,000, 35,000, 36,000. ഈ ഒരു ക്വസ്റ്റനിൽ റെൻറ്റ് കൺട്രോൾ ആക്ട് കൺട്രോൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് റെൻറ്റിൻ്റെ കേസിൽ അവിടെ എന്താണ് അതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെങ്കിൽ നോർമലി നമ്മൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് ഞാനിവിടെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. മുനിസിപ്പൽ വാല്യൂ 30,000, ഫെയർ റെൻറ്റ് 36,000 സ്റ്റാൻഡേർഡ് റെൻറ്റ് 30,000 ആണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്തായിരിക്കും, മുനിസിപ്പൽ വാല്യൂ ഫെയർ റെൻ്റൽ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ വരുന്നത് 36 ആണ്. പക്ഷേങ്കിൽ സ്റ്റാൻഡേർഡ് റെൻറ്റിന് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ 30,000 ആണ് എക്സ്പെക്റ്റഡ് റെൻറ്റ് വരുന്നത്. ഇനി ഹൗസ് 2യുടെ കേസിൽ 26ഉം 28ഉം അവിടെ ഹയസ്റ്റ് വരുന്നത് 28 ആണ്. സ്റ്റാൻഡേർഡ് റെൻറ്റ് 35 ആണ്, അതുകൊണ്ടത് നോക്കേണ്ട ആവശ്യമില്ല. ദെൻ ഹൗസ് 3യുടെ കേസിൽ ഹയസ്റ്റ് വരുന്ന ഏതാണ്, 35,000 ആണ്. അപ്പോൾ 35,000 എക്സ്പെക്റ്റഡ് റെൻറ്റ് കിട്ടും. അപ്പോൾ ആദ്യം നോക്കേണ്ടത് മുനിസിപ്പൽ വാല്യൂവും ഫെയർ റെൻ്റൽ വാല്യൂവും അതിൽ ഹയസ്റ്റ് വാല്യൂ ആണ്, പക്ഷെ അത് സ്റ്റാൻഡേർഡ് റെൻറ്റിനെക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ആക്ച്വൽ റെൻറ്റ് 40,000, 30,000, 32,000 ആണ്. അപ്പോൾ അതിൽ ഹയസ്റ്റ് ഏതാണോ, എക്സ്പെക്റ്റഡ് റെൻറ്റിലും ആക്ച്വൽ റെൻറ്റിലും ഏതാണോ ഹയസ്റ്റ് കിട്ടുന്നത് അതായിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പോൾ ഇവിടെ 40,000 കിട്ടും, ഇവിടെ 30,000 കിട്ടും ഹൗസ് 2യുടെ കേസിൽ. ഹൗസ് 3യുടെ കേസിൽ 35,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. വേഗം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി 12ാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ABC Limited provided the following perquisites to its employee Srinivasan for the previous year 2023-24. Leased accommodation provided to the employee, higher charges rupees 50,000 per month, recovered from employee rupees 20,000 per month. Accommodation was furnished and that actual higher charges paid by the employer was 4,050 per month. He was also provided a Hyundai Sandro with chauffeur and a gift voucher worth rupees 9,000. Salary for the purpose of valuation of perquisites is rupees 25 lakh. Compute the taxable value of perquisites assuming assessee had not opted for section 115 BAC of the Income Tax Act 1961. ഓക്കെ, ഇതാണ് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പെർക്വിസിറ്റ്സ് ആണ് ക്വസ്റ്റനിൽ ചോദിച്ചത്. പെർക്വിസിറ്റ് തന്നെ RFIയുടെ കേസിൽ എന്താണ്, ലീസിന് എടുത്തതാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ലീസിന് എടുത്തതാണെങ്കിൽ നമ്മൾ ലീസ് റെൻറ്റ് നോക്കണം. ഇവിടെ ലീസ് റെൻറ്റ് വരുന്നത് എത്രയാണ്,
നമ്മുടെ ക്വസ്റ്റ്യനിൽ 50,000 ആണ് ലീസ് റെൻറ്റ് വരുന്നത്. അപ്പോൾ 50,000 ഇൻറ്റു 12 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 6 lakh എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ സാലറിയുടെ 10% നമ്മൾ കാണണം. സാലറിയുടെ 10% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഇവിടെ 2,50,000 ആണ്. 25 lakhൻ്റെ 10% കണ്ടു കഴിഞ്ഞാൽ 2,50,000 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഏതാണോ ലോവസ്റ്റ് വരുന്നത്, ഇതിൽ ലോവസ്റ്റ് വരുന്നത് എത്രയാണ്? 2,50,000 ആണ്. ആ 2,50,000 ആയിരിക്കും RF എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എംപ്ലോയി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 20,000 എംപ്ലോയി കൊടുക്കുന്നുണ്ട്, ഇൻറ്റു 12 കാണുന്നു. അപ്പോൾ നമുക്ക് 2,40,000 എന്ന് കിട്ടും. അത് മൈനസ് ചെയ്യുന്നു. 2,50,000 മൈനസ് 2,40,000 നമുക്ക് 10,000 എന്ന് വാല്യൂ കിട്ടും. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ എംപ്ലോയർ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ഫർണിച്ചറിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്, അതിനെ ആഡ് ചെയ്യണം. ഹയർ ചാർജസ് 4,050 ഇൻറ്റു 12. അതേപോലെ തന്നെ എംപ്ലോയി ഇവിടെ ഹയർ ചാർജസ് ആയിട്ട് കോസ്റ്റ് ഓഫ് ഫർണിച്ചറിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 4,050 ആണ്, ഇൻറ്റു 12 കാണുന്നു. അപ്പോൾ 48,600 കിട്ടും. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 58,600 എന്ന് കിട്ടും. ഓക്കെ. ഇനി അതേപോലെ മോട്ടോർ കാർ തന്നിട്ടുണ്ട്. മോട്ടോർ കാറിൻ്റെ കേസിൽ സ്മോൾ ആണോ ലാർജ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ലാർജായിട്ടും എടുക്കാം, സ്മോൾ ആയിട്ടും എടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഓണർ എംപ്ലോയർ ആണ്. ഇതിൻ്റെ എക്സ്പെൻസസ് മെറ്റ് ബൈ ആരാണ്? എംപ്ലോയർ എന്നുള്ള നിലക്ക് സ്മോൾ കാർ ആണെങ്കിൽ 1,800 ആണ് നമ്മുടെ റേറ്റ് വരുന്നത് മോട്ടോർ കാറിൻ്റെത്. 1,800 × 12 കാണുന്നു, 21,600. അതേപോലെ ഡ്രൈവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 900 × 12 10,800 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടലി 32,400 എന്ന് മോട്ടോർ കാറിൻ്റെ വാല്യൂ കിട്ടും. ഇനി ഇതേപോലെ തന്നെ ഗിഫ്റ്റ് വൗച്ചർ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ്? 9,000 ആണ്. ഗിഫ്റ്റ് എക്സീഡിങ് 5,000 വരുന്നുണ്ടെങ്കിൽ പെർക്വിസിറ്റിൻ്റെ കേസിൽ എന്തായിരിക്കും? ഫുൾ വാല്യൂ അത് ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ 9,000 ടാക്സബിൾ ആയിരിക്കും. ഇനി 5,000 കുറവാണെങ്കിൽ അതെന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ നമ്മൾ ഔട്ടർ കോളത്തിലുള്ള 3 വാല്യൂസും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 1 lakh എന്ന് കിട്ടും. ഈ 1 lakh ആണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യുക. ഇനി അടുത്ത 13ാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ഇൻകം ഓഫ് മിസ്റ്റർ എ ഫോർ ദി പ്രീവിയസ് ഇയർ 2023-24 ഈസ് ആസ് ഫോളോസ്. കമ്പ്യൂട്ട് ടാക്സ് ലയബിലിറ്റി ഫോർ ദി അസസ്മെന്റ് ഇയർ 2024-25. ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ടഡ് 2,50,000. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 1,25,000. നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം 1 lakh. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ്? ടാക്സ് ലയബിലിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ അഗ്രഗേറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻകം ഫ്രം സാലറി തന്നത് 2,50,000 ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 1,25,000 ആണ്. ഇതിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3,75,000 എന്ന് കിട്ടും. ഇതിൻ്റെ കൂടെ അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അഗ്രഗേറ്റ് ഇൻകം കിട്ടും. 1 lakh ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4,75,000 അഗ്രഗേറ്റ് ഇൻകം കിട്ടും. ഓക്കെ. ഇനി ഈ അഗ്രഗേറ്റ് ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി കാണേണ്ടത്. അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് ടാക്സ് കണ്ടതിന് ശേഷം അതിൻ്റെ ടാക്സ് പിന്നീട് നമ്മൾ മൈനസ് ചെയ്യണം. നെക്സ്റ്റ് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ടാക്സ് ലയബിലിറ്റി കാണുമ്പോൾ നമ്മൾ ടാക്സ് ഓൺ 4,75,000 ആണ് കാണേണ്ടത്. ഫസ്റ്റ് 2,50,000 നമ്മുടെ നോർമൽ റേറ്റ് ഓഫ് ടാക്സ് വെച്ചുകൊണ്ട് എന്താണ്? നില്ലാണ്. നെക്സ്റ്റ് 2,50,000 എത്രയാണ്? 5% ആണ്. പക്ഷേ ഇവിടെ 4,75,000 മാത്രമേ ഉള്ളൂ. അതായത് നെക്സ്റ്റ് ബാലൻസ് ഉള്ള 2,25,000 ആണ്. അതിൻ്റെ 5% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 11,250 എന്ന് കിട്ടും. ഇതിൽ നിന്നും നമ്മൾ ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം മൈനസ് ചെയ്യണം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സംഷൻ ലിമിറ്റ് ആഡ് ചെയ്യണം. അതായത് 2,50,000 ആണ് ഫസ്റ്റ് എക്സംഷൻ ലിമിറ്റ് വരുന്നത്. അത് 60 ഏജ് ആണെങ്കിൽ 3 lakhും അതേപോലെ തന്നെ 80 ഏജ് ആണെങ്കിൽ 5 lakhുമാണ്. ആ എക്സംഷൻ ലിമിറ്റിൻ്റെ കൂടെ അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3,50,000 എന്ന് കിട്ടും. ഇതിന് മുകളിലുള്ള ടാക്സ് ആണ് അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ 2,50,000 നില്ലാണ്. നെക്സ്റ്റ് 1 lakhന് 5% അപ്പോൾ 5,000 എന്ന് കിട്ടും. ഈ 5,000 നമ്മൾ 11,250,000 നിന്നും മൈനസ് ചെയ്യുന്നു. ഓക്കെ. 11,250,000 നിന്നും 5,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 6,250 എന്ന് കിട്ടും. ഇതിൻ്റെ കൂടെ HEC ആഡ് ചെയ്യുന്നു 4%. അതായത് 6,250യുടെ 4% കണ്ടാൽ 250 എന്ന് കിട്ടും. അപ്പോൾ 6,500 ടോട്ടൽ കിട്ടും. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അഗ്രഗേറ്റ് ഇൻകം 5 lakhന് മുകളിൽ പോകുന്നില്ലെങ്കിൽ നമുക്ക് റിബേറ്റ് ഓഫ് ടാക്സ് കിട്ടും. 87A പ്രകാരം റിബേറ്റ് കിട്ടുന്നതാണ്. അതായത് റിബേറ്റ് മാക്സിമം 12,500 വരെ കിട്ടും. ഇവിടെ 6,500 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ ടാക്സ് ലയബിലിറ്റി എത്ര കിട്ടും? ഇവിടെ നില്ലാണ്. ടാക്സ് ലയബിലിറ്റി ഇല്ല. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്.
ഇനി 14ാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ആനന്ദ് ഹാഡ് ദി ഫോളോയിങ് ഇൻകം ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ എൻഡഡ് 31 March 2024. A salary received in India for the 3 months rupees 9,000. Then B, income from house property in India rupees 13,470. Then C, interest on saving bank deposit in State Bank of India 1,000. Then amount brought to India out of the past untaxed profit earned in Germany 20,000. Then next E, income from agriculture in Indonesia being invested there 12,350. Then income from business in Bangladesh being controlled from India 10,150. Dividend received in Belgium from French companies, out of which 2,500 were remitted to India. Then rupees 23,000. You are required to compute his total income for the assessment year 2024-25 if he is a resident, a not ordinary resident എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡിനറി റെസിഡൻറ്റിനെയും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനെയുമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഞാൻ നോൺ റെസിഡൻറ്റ് കൂടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 2 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിൽ ഒരു ഇൻകം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിലും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിലും നോൺ റെസിഡൻറ്റിൻ്റെ കേസിലും എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. അപ്പം 3 കേസിലും 9,000 നമ്മൾ കാണിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ്? ഇൻകം ഫ്രം HP ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിൽ തന്നെയുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ആണ്. ഇവിടെയും 3 കേസിലും 13,470 3 കേസിലും ടാക്സബിൾ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ സേവിങ് ബാങ്ക് ഇൻ ഇന്ത്യ ആണ്. അവിടെയും ഇന്ത്യയിലുള്ള ഇൻകമാണ്. അത് ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് അതിനെ ഡീം ചെയ്യുന്നത്. അപ്പോൾ 1,000 3 കേസിലും അതെന്താണ്? നമുക്ക് ടാക്സബിൾ ആയിരിക്കും. ഇനി പാസ്റ്റ് അൺടാക്സ്ഡ് പ്രോഫിറ്റ് പ്രീവിയസ്ലി ബ്രോട്ട് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് 3 കേസിലും നോട്ട് ടാക്സബിൾ ആണ്. ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും അതെന്തായിരിക്കും? നോട്ട് ടാക്സബിൾ ആയിരിക്കും. ഇനി ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇന്തോനേഷ്യ, ഇൻകം ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ഒരു ഇൻകം ഓർഡിനറി റെസിഡൻറ്റിൽ മാത്രമാണ് ടാക്സബിൾ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ മാത്രം ടാക്സബിൾ വരും. അവിടെ നമ്മൾ 12,350 കാണിക്കുന്നു. ഇനി നെക്സ്റ്റ് 6 ചോദിച്ചത് എന്താണ്? ഇൻകം ഫ്രം ബിസിനസ് ഇൻ ബംഗ്ലാദേശ് ബീങ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ആണ്. ഇൻകം ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ അതിൻ്റെ കൺട്രോൾ ഇന്ത്യയിലാണെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റിലും അതേപോലെ നോട്ട് ഓർഡിനറി റെസിഡൻറ്റിലും അത് ടാക്സബിൾ ആണ്. ഇപ്പോൾ 10,150 ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും ടാക്സബിൾ ആയിട്ട് കാണിക്കണം. ഇനി ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻ ബെൽജിയം. ഇതെന്താണ്? ബെൽജിയം എന്ന് പറയുന്ന ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ ഔട്ട്സൈഡ് ഇന്ത്യ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അവിടെ ഓർഡിനറി റെസിഡൻറ്റിൽ മാത്രം ടാക്സബിൾ ആകും. നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും എന്താണ്? നോട്ട് ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനെ നമ്മൾ എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുന്നു. ഇവിടെ നമുക്ക് 68,970 എന്ന് കിട്ടും. രണ്ടാമത്തിൽ 33,620 എന്ന് കിട്ടും. മൂന്നാമത്തിൽ 23,470 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലൂടെ ചോദിക്കാവുന്നതാണ്. ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക്